ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു തിയറം കണ്ടുകൊണ്ടിരുന്നത്. ആ തിയറത്തിന്റെ യൂണിക്നെസ് പാർട്ടും കൂടി പ്രൂവ് ചെയ്യുന്നുണ്ട്. യൂണിക്നെസ് പാർട്ടിന്റെ പ്രൂഫ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിരുന്ന തിയറത്തിന്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഓർക്കുന്നുണ്ടല്ലോ, വി വെക്ടർ സ്പേസ് അതിന്റെ ബേസിസ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. ഡബ്ല്യു വേറൊരു വെക്ടർ സ്പേസ്, അതിൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ബീറ്റ ജെ ആവുന്ന രീതിയിൽ ഒരു യൂണീക് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരിക്കും. നമ്മളത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു, യൂണീക്നെസ് പാർട്ടായിരുന്നു പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടി ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇഫ് യു ഈസ് ആൻ അനദർ ട്രാൻസ്ഫർമേഷൻ such that u of alpha j is equal to beta j. u of alpha j is equal to beta j ആവുന്ന വേറൊരു ട്രാൻസ്ഫർമേഷൻ ആണ് യു എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ ബിലോങ്, അപ്പൊ യുവിനെ യുവും ടിയും ഈക്വൽ ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. യുണീക്ക് ആണെന്ന് കാണിക്കാൻ ഏത് സാധനവും രണ്ടെണ്ണം ഉണ്ടെന്ന് എടുത്തിട്ട് രണ്ട് സെയിം ആണെന്നാണ് കാണിക്കുന്നത് പ്രൊസീജിയർ. അപ്പം യു ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ബീറ്റ ജെ ആവുന്ന വേറൊരു ട്രാൻസ്ഫർമേഷൻ ആണ് യു എന്ന് പറഞ്ഞാൽ. ഇനി ലെറ്റ് ആൽഫ ബിലോങ്സ് ടു വി എടുത്തു. Then since alpha വെക്ടർ സ്പേസിലെ എലമെന്റ് ആയതുകൊണ്ട് ആൽഫയെ നമുക്ക് ബേസിസ് എലമെന്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് x1 ആൽഫ 1 x2 ആൽഫ 2 പ്ലസ് എക്സെട്ര xn ആൽഫ n ഫോർ സം x1 x2 എക്സെട്ര xn in നമ്മുടെ ഫീൽഡ് എഫ്. ഓക്കെ, ദെൻ ടി ആൽഫ 1 ടി ആൽഫയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടി ഓഫ് ആൽഫ 1 ബീറ്റ 1 ആണ്, ടി ഓഫ് ആൽഫ 2 ബീറ്റ 2 ആണ്. സോ ടി ആൽഫ ഈസ് ഈക്വൽ ടു x1 beta 1 plus x2 beta 2 plus xn beta n ആണ് ടി ആൽഫ. ഓക്കെ, ടി ഓഫ് ആൽഫ ഡിഫൈൻ ചെയ്തു. ടി ഓഫ് ആൽഫ അല്ല, നമ്മളിവിടെ ചെയ്ത ട്രാൻസ്ഫർമേഷൻ യു ആണ്. സോ യു ഓഫ് ആൽഫ, യു ആൽഫ. ഓക്കെ, അപ്പൊ യു ആൽഫ എനിക്ക് എങ്ങനെ എഴുതാം? യു ആൽഫ ഇസ് ഈക്വൽ ടു summation I equal to 1 to n xi beta n. ഓക്കെ, അപ്പൊ യു ആൽഫ എന്താണെന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെ ഇതിന് മുന്നേ ടി ആൽഫ ഇങ്ങനെ എടുത്തപ്പോ ടി ആൽഫ എങ്ങനെയാണ് കിട്ടിയത്? ടി ആൽഫയും നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ടി ആൽഫ ഈക്വൽ ടു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആണെങ്കിൽ ടി ആൽഫയും നമുക്ക് കിട്ടിയത് എങ്ങനെയാ? x1 ബീറ്റ 1 പ്ലസ് x2 ബീറ്റ 2 പ്ലസ് xn ബീറ്റ n ആണ്. അതായത് ഇത് സമ്മേഷൻ ആക്കി എഴുതുവാണെങ്കിൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi ബീറ്റ i എന്നാണ് ടി ആൽഫയും കിട്ടിയത്. സെയിം ബിഹേവിയർ ആണ് യു ആൽഫയും. യു ആൽഫ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi bi ആണ്. ഓക്കെ, അപ്പൊ ടി ആൽഫയും യു ആൽഫയും ഈക്വൽ ആണ്, രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. സോ ടി ആൽഫ ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം, ഇവിടുന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ യു ടി സെയിം ബിഹേവിയർ ആണ്. ദാറ്റ് ഈസ് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത ടിയുടെ അതേ റൂൾ തന്നെയാണ് യു. ടി ഇപ്പൊ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നുണ്ടെങ്കിൽ ടി എന്താ ചെയ്യുന്നത്? ഓരോ ആൽഫ അതിനെ ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi ആൽഫ ആണ്. അപ്പൊ യു അങ്ങനെ തന്നെ, യു ആൽഫ എന്ന് പറയുന്നത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi ബീറ്റ തന്നെയാണ്. അത് തന്നെയാണ് ടിയും. ഇപ്പൊ യു ഈക്വൽ ടു ടി ആണ്. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 2. ഇപ്പൊ രണ്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത രണ്ടും സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ
അപ്പം ലീനിയർ ട്രാൻസ്ഫർമേഷൻ യൂണീക്ക് ആണെന്ന് പറയാം. ഓക്കെ, സോ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഈസ് എഴുതിയേക്കോ, ഞാൻ ചുരുക്കി എഴുതുക. ട്രാൻസ്ഫർമേഷൻ ഈസ് യൂണീക്ക്. ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഈസ് യൂണീക്ക്. അത് യൂണീക്ക് ആണ്. ഒറ്റ ഒരു ട്രാൻസ്ഫർമേഷൻ മാത്രമേ ഉള്ളൂ, അത് യൂണീക്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ തിയറം കുറെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് തിയറംസ് ഇനി വേറെ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം ഈ തിയറം മനസ്സിലായി. ഇനി ഇതിനേക്കാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് തിയറംസ് നമുക്കിനി ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇനി ഡെഫിനിഷനും എക്സാമ്പിളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണ്. ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ആണ്, വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. രണ്ട് വെക്ടർ സ്പേസ് ഉണ്ട്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ആർ. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ആർ വെക്ടർ സ്പേസ് ഓവർ ദി ഫീൽഡ് എഫ് ഓർ ദ സെയിം. ഇപ്പൊ രണ്ട് വെക്ടർ സ്പേസും ഓവർ ദ സെയിം ഫീൽഡ് എഫ് ആണ്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ആർ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. Space over the field F. Over the field F. V and W are vector space over the field F, and let it T from V to W be a linear transformation. From രണ്ട് vector space ഉണ്ട്. Also we have a transformation from V to W. Then we define null space of T. ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. Then null space of T. കേട്ടിട്ടുണ്ടോ? നൾ സ്പേസ് ഓഫ് ടി. ടിയുടെ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേണല്, ഗ്രൂപ്പിലൊക്കെ പറയുന്ന കേണല്, അതായത് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെന്റുകളുടെ കളക്ഷൻ. സെറ്റ് ഓഫ് ഓൾ ആൽഫ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ആൽഫ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0. അതായത് ഇപ്പം ഇതൊരു വെക്ടർ സ്പേസ് വി, ഇതൊരു വെക്ടർ സ്പേസ് ഡബ്ല്യു. അപ്പം വിയിൽ നിന്ന് ഡബ്ല്യൂട്ടുള്ള ഒരു മാപ്പാണ് ടി. അപ്പൊ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ബി വിച്ച് ഈസ് മാപ്പ് ടു 0 ഇൻ ഡബ്ല്യു. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0. ഡബ്ല്യൂയിലെ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഇമേജിലെ ആൽഫകളുടെ കളക്ഷൻ. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, മനസ്സിലായ നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്ഫർമേഷൻ. ട്രാൻസ്ഫർമേഷന്റെ ഒരു വെക്ടർ സ്പേസിനല്ല നൾ സ്പേസ് പറയുന്നത്. നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഇമേജിലെ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന വെക്ടർ സ്പേസിലെ ആൽഫ വെക്ടറുകളുടെ കളക്ഷൻ. സെറ്റ് ഓഫ് ആൾ ആൽഫ ഇൻ ദ വെക്ടർ സ്പേസ് ബി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, അതിന്റെ ഇപ്പൊ നൾ സ്പേസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇതാണ് നൾ സ്പേസ് ഓഫ് ടി. Null space of T. Okay. Null space of T is the set of all vectors alpha in V such that T alpha is equal to 0. Set of all alpha in V such that T alpha is equal to 0. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? Null space of T എന്ന് പറഞ്ഞാൽ null space of T is equal to set of all alpha in V such that T alpha equal to 0. Null space of T. ഓക്കെ, ഇനി ഒരു അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, നൾ സ്പേസിൽ നിന്ന് നൾ സ്പേസ് ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അപ്പൊ ടി ഫ്രം വി ടു ഡബ്ല്യു ആണ്. നൾ സ്പേസ് ഓഫ് ടി എപ്പോഴും ടി എന്ന് പറഞ്ഞാൽ വിയിൽ നിന്ന് ഡബ്ല്യൂട്ടുള്ളതാണ്. നൾ സ്പേസ് ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. കാര്യം വിയിലുള്ള എലമെന്റുകളുടെ കളക്ഷൻ ആണ്. നൾ സ്പേസ് ഓഫ് ടി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. വെക്ടർ സ്പേസ് വിയുടെ സബ്സ്പേസ് ആയിരിക്കും.
അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ വെക്ടർ സ്പേസിൽ പഠിച്ചു. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ നമ്മൾ കാണിക്കണ്ടേ? ആൽഫയും ബീറ്റയും വിയിലുണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യു. ഇപ്പൊ ഡബ്ല്യു ആണ് സബ്സ്പേസ് എന്ന് കാണിക്കണമെങ്കിൽ നോൺ എംപ്റ്റി സെറ്റ് ഡബ്ല്യു സബ്സ്പേസ് ഓഫ് ബി എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൽഫ കൊമ ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു ദെൻ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിച്ചാൽ മതി. അപ്പം ലെറ്റ് അതിന് വേണ്ടിയിട്ട് ലെറ്റ് ഇപ്പൊ നമ്മുടെ എൻ ഓഫ് ടി ആണ് കാണിക്കേണ്ടത്. അപ്പൊ എൻ ഓഫ് ടിയിലെ രണ്ട് വെക്ടർ എടുത്തു. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് ടി. വി നീഡ് ടു ഷോ നമുക്ക് എന്ത് കാണിക്കണം? സി ആൽഫ പ്ലസ് ബീറ്റ നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് കാണിക്കണം. ആൽഫയും ബീറ്റയും നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് കാണിക്കണം. സിൻസ് ആൽഫ ബീറ്റ നൾ സ്പേസ് ഓഫ് ടിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നൾ സ്പേസ് ഓഫ് ടിയിൽ വരുന്ന എലമെന്റുകളുടെ പ്രത്യേകത എന്താ? ടി ആൽഫയും ടി ബീറ്റയും 0 ആയിരിക്കും. ടി ആൽഫയും ടി ബീറ്റയും 0 ആയതുകൊണ്ടല്ലേ ആൽഫയും ബീറ്റയും നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആൽഫയും ബീറ്റയും നൾ സ്പേസ് ഓഫ് ടിയിൽ ഉള്ളത് കൊണ്ട് ടി ആൽഫയും ടി ബീറ്റയും 0 ആയിരിക്കും. ഓക്കെ, ഇനി സി ആൽഫ പ്ലസ് ബീറ്റ നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് കാണിക്കണം. ഒരു എലമെന്റ് നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് കാണിക്കാൻ എന്താ കാണിക്കേണ്ടത്? ടി ഓഫ് ആ എലമെന്റ് എടുക്കുമ്പോൾ 0 വരണം. ടി ഓഫ് ആൽഫ 0 ആവുന്ന ആൽഫകളാണല്ലോ നൾ സ്പേസ് ഓഫ് ടിയിൽ ഉള്ളത്. സോ ഒരു എലമെന്റ് നൾ സ്പേസ് ഓഫ് ടിയിൽ ഉണ്ടെന്ന് നമുക്ക് ഷോ ചെയ്യണമെങ്കിൽ we want to show that T of that element is equal to 0. That is T of C alpha plus beta is equal to 0 എന്ന് നമ്മൾ prove ചെയ്താൽ we get that element. That means C alpha plus beta belongs to null space of T. So we take T of C alpha plus beta. But we know that T is a linear transformation. So we have to say that T of C alpha plus beta is equal to C of T alpha plus T beta. Since alpha belongs to null space of T, T alpha is equal to 0. Also we have T beta is equal to 0, which is equal to 0. So T of C alpha plus beta is equal to 0 implies C alpha plus beta belongs to null space of T. That means we take alpha beta belongs to null space of T and we got that C alpha plus beta also belongs to null space of T. So we can clearly say that null space of T is a subspace of V. Okay, null space of T എന്താന്ന് പറഞ്ഞു? Null space of T means set of all alpha in V such that T alpha is equal to 0. And also we proved that null space of T is a subspace of the vector space V. Okay, next definition. അപ്പം null space of T important ആണ്. Null space of T subspace ആണ്. അടുത്ത definition. അത് range of T definition ആണ്. Range of T എന്താ range of T എന്ന്? Range of T means ഇവിടെയും V in W രണ്ട് വെക്ടർ സ്പേസുകളാണ്. T from B to W ആണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. T from B to W be a linear transformation. Then range space of T. Range space of T. Transformation in the range space. Range space of T is the set of all vectors W അല്ലെങ്കിൽ beta in W എന്ന് പറയാം. Set of all vectors beta in W such that beta equal to T alpha for some alpha in B. അതായത് T ആൽഫകൾ, അതായത് വെക്ടർ, അതായത് റേഞ്ച് സ്പേസ് മീൻസ് റേഞ്ച്, അതായത് വിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് ഒരു മാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കുറെ എലമെന്റുകൾ ഇതിന് ഉള്ളിലോട്ട് മാപ്പ് ചെയ്യുമല്ലോ. അപ്പൊ ഈ മാപ്പ് ചെയ്യുന്ന ഈ എലമെന്റ് കളക്ഷനാണ് റേഞ്ച് സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ഓൾ ബീറ്റകൾ, ഇവിടെ വരുന്ന ബീറ്റകൾ സച്ച് ദാറ്റ് ബീറ്റ എന്ന് പറഞ്ഞ ഇമേജ് ഓഫ് സം ആൽഫ ഇൻ വി ആയിരിക്കണം. ഇവിടെ ഉള്ള സം ആൽഫയുടെ ഇമേജ് ആയിട്ട് വരുന്ന ബീറ്റകൾ, ആ എലമെന്റുകളാണ് റേഞ്ച്, ആ എലമെന്റുകളുടെ കളക്ഷനാണ് റേഞ്ച് സ്പേസ് ഓഫ് ടി. ദാറ്റ് മീൻസ് the range space of T is the range space of T is the set of all vectors beta in W. W beta, set of all vectors beta in W such that beta equal to
ടി ആൽഫ ഫോർ സം ആൽഫ ഇൻ ബി. ഇവിടുത്തെ വെക്ടർ സ്പേസിൽ ഏതൊക്കെ ആൽഫകളാണോ ഇവിടെ സം ബീറ്റയിലോട്ട് മാപ്പ് ചെയ്യുന്ന ആ ബീറ്റകളുടെയൊക്കെ കളക്ഷൻ. സെറ്റ് ഓഫ് ആൾ ബീറ്റ ഇൻ ഡബ്ല്യു വെച്ച് ദാറ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു ടി ആൽഫ ഫോർ സം ആൽഫ ഇൻ ബി. വെക്ടർ സ്പേസിലെ കുറച്ച് എലമെന്റുകൾ നമ്മൾ ഡബ്ല്യൂയിലോട്ടുള്ള കുറച്ച് എലമെന്റിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡബ്ല്യൂയിൽ വരുന്ന ഇമേജ് ആയിട്ടുള്ള എലമെന്റുകളെയാണ് റേഞ്ച് സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത്. Range space of T is the set of all beta in W such that T alpha is equal to beta for some alpha in B. Okay, for range space of T. അപ്പോൾ ഒരു എലമെന്റ് റേഞ്ച് സ്പേസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഒരു ബീറ്റ ബിലോങ്സ് ടു റേഞ്ച് സ്പേസ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും then there exists some alpha in vector space such that T alpha is equal to beta. അതെ, കാര്യം എന്താ? ബീറ്റ നമ്മുടെ റേഞ്ച് സ്പേസിൽ ഉണ്ടാവണമെങ്കിൽ ബീറ്റ എന്തായിരിക്കണം? ഇവിടെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഇമേജ് ആയിരിക്കണം. അങ്ങനെയുള്ള ബീറ്റകൾ മാത്രമേ നമ്മുടെ റേഞ്ച് സ്പേസിൽ വരത്തുള്ളൂ. ഒരു എലമെന്റ് റേഞ്ച് സ്പേസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ഇവിടെയുള്ള വെക്ടർ സ്പേസിലെ ബിയിലെ ഏതെങ്കിലുമൊക്കെ എലമെന്റുകളുടെ ഇമേജ് ആയിരിക്കും. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് റേഞ്ച് സ്പേസ് ഓഫ് ടി. ഇപ്പൊ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു നൾ സ്പേസ് ഓഫ് ടി പറഞ്ഞു, നൾ സ്പേസ് ഓഫ് ടി സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നൾ സ്പേസ് ഓഫ് ടി വെക്ടർ സ്പേസിലെ സബ്സ്പേസ് ആണെങ്കിൽ റേഞ്ച് ഓഫ് ടിയിൽ വരുന്നത് ഡബ്ല്യൂയിലെ എലമെന്റ് ആണ്. സോ range of T is a subspace of range of T നമ്മൾ RT എന്ന് നോട്ട് ചെയ്യും is a subspace of range of T is a subspace of W. range of T W in subspace ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സബ്സ്പേസ് കാണിക്കാൻ എന്ത് വേണം? റേഞ്ച് ഓഫ് ടിയിൽ 2 എലമെന്റ് എടുക്കണം. ആ 2 എലമെന്റുകളും അതിന്റെ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും അതിലുണ്ടെന്ന് തന്നെ കാണിക്കണം. let beta 1 beta 2 belongs to range space of T. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? we need to prove that C beta 1 plus beta 2 C beta 1 plus beta 2 belongs to range space of T. beta 1 and beta 2 range space of T ഉണ്ടെങ്കിൽ we need to prove that C beta 1 plus beta 2 range space of T ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, ഓക്കെ, അപ്പൊ എന്ത് കാണിക്കണം? ബീറ്റ 1 നമ്മുടെ റേഞ്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബീറ്റ 1 ബീറ്റ 2 ഉണ്ടെങ്കിൽ അപ്പൊ സിൻസ് ബീറ്റ 1 beta 2 belongs to range space of T, then there exists alpha 1 alpha 2 in vector space B such that T alpha 1 equal to beta 1 and T alpha 2 is equal to beta 2. Clear ആണല്ലോ? beta 1 ഉം beta 2 range space ഉണ്ടാവണമെങ്കിൽ there exists some alpha 1. Since beta 1 range of T ഉള്ളതുകൊണ്ട് there exists some alpha 1 such that T alpha 1 is equal to beta 1. Also, since beta 2 belongs to range space of T, there exists some beta 2 in B such that T alpha 2 is equal to beta 2. മാറിപ്പോയോ? beta 1 beta 2 range space ഉള്ളതുകൊണ്ട് we can find alpha 1 alpha 2 in B such that T alpha 1 is equal to beta 1 and T alpha 2 is equal to beta 2. Okay, ഇനി നമുക്ക് T of C alpha 1 plus alpha 2 ഞാൻ കമ്പ്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ T ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് we have C into T of alpha 1 plus T of alpha 2 എന്ന് മാറ്റി എഴുതാം. അപ്പൊ T of alpha 1 എന്ന് പറഞ്ഞാൽ beta 1, T of alpha 2 means beta 2. അപ്പൊ C beta 1 plus beta 2 എന്ന് കിട്ടി. That is C beta 1 plus beta 2 എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് C alpha 1 plus alpha 2 ആണ്. അപ്പൊ C beta 1 plus beta 2 എന്ന് പറഞ്ഞാൽ ഇത് ആൾസോ ഈ C alpha 1 plus alpha 2 എവിടെയുണ്ട്? നമ്മുടെ വെക്ടർ സ്പേസിലുണ്ട്. ആൾസോ C alpha 1 കാര്യം വെക്ടർ സ്പേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ആൽഫ 1 ആൽഫ 2 ഉണ്ടെങ്കിൽ C alpha 1 plus alpha 2 ഇവിടെ കാണും, വെക്ടർ സ്പേസിൽ കാണും. അപ്പൊ ഈ C beta 1 plus beta 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റി? C alpha 1 plus alpha 2 ഇമേജ് ആക്കി എഴുതാൻ പറ്റി. അതിന്റെ അർത്ഥം എന്താ? C beta 1 plus beta 2 എവിടെയുണ്ട്? റേഞ്ച് സ്പേസിലുണ്ട്. ഒരു എലമെന്റ് റേഞ്ച് സ്പേസിൽ ഉണ്ടാവണമെങ്കിൽ അതിനെ ഡൊമൈനിലുള്ള ഏതെങ്കിലും എലമെന്റിനെ ഇമേജ് ആക്കി എഴുതണം. ഇവിടെ C beta 1 plus beta 2 can be expressed as T of C alpha 1 plus alpha 2. So
That means C beta 1 plus beta 2 belongs to range space of T. ഇപ്പം ബീറ്റ 1 ബീറ്റ 2 ഉണ്ടെങ്കിൽ C beta 1 plus beta 2 range space ഉണ്ടെന്ന് കിട്ടി. So range space of T is a subspace of W. അപ്പോൾ range space എന്താന്ന് ഡിഫൈൻ ചെയ്തു, null space എന്താന്ന് പറഞ്ഞു. ഇനി രണ്ടും സബ്സ്പേസ് ആണ്. നൾ സ്പേസ് എപ്പോഴും വെക്ടർ സ്പേസിന്റെ വിയുടെ സബ്സ്പേസ് ആയിരിക്കും. ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ വിയുടെ സബ്സ്പേസ് ആയിരിക്കും. അതുപോലെ റേഞ്ച് ഓഫ് ടി എപ്പോഴും വെക്ടർ സ്പേസ് ഡബ്ല്യുവിന് സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇനി റേഞ്ച് സ്പേസിലുള്ള എലമെന്റുകളുടെ എണ്ണത്തെയാണ് റാങ്ക് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. നൾ സ്പേസിൽ വരുന്ന എലമെന്റുകളുടെ എണ്ണത്തെയാണ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഡെഫിനേഷൻ പറയാം. ഡെഫിനേഷൻ if V is capital V, vector space V is finite dimensional. V finite dimensional vector space ആണെങ്കിൽ, V finite dimensional space ആണെങ്കിൽ, then rank of T is the dimension of rank of T is the dimension of range space of T. Range space of T dimension. Range space of T ഉള്ള എലമെന്റുകളുടെ dimension. റേഞ്ച് സ്പേസ് ആയതുകൊണ്ട് അത് സബ്സ്പേസ് ആയിരിക്കും. സോ അതിന്റെ ഡയമെൻഷൻ മീൻസ് അതിനകത്ത് ലീനിയർലി അതിനെ സ്പാൻ ചെയ്യാൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടും സ്പാനിങ് ആയിട്ടും എത്ര എലമെന്റ് വേണം. അപ്പം കാര്യം റേഞ്ച് സ്പേസ് സബ്സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഫൈൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിലെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാനിങ് സെറ്റ്. അപ്പം റേഞ്ച് ഓഫ് ടി ഈസ് ദ ഡയമെൻഷൻ ഓഫ് റാങ്ക് സ്പേസ്, range space. ഇപ്പൊ rank of T is the dimension of range space of T. Rank of T is the dimension of range space of T. അപ്പോൾ null space ന്റെ dimension ഒരു പേര് വേണ്ടേ? null space ന്റെ dimension വിളിക്കുന്നതാണ് nullity. Nullity of T എന്ന് പറഞ്ഞാൽ dimension of the dimension എന്ന് വായിക്കണേ, dimension of the null space of T. അങ്ങനെ എഴുതാം, dimension of the null space of T. Dimension of the null space of T ആണ് nullity of T എന്ന് വിളിക്കുന്നത്. ഓക്കെ, nullity of T യുടെയും ഇനി നമുക്ക് nullity of T യുടെ ഒക്കെ null space കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യണം. ഓക്കെ, ഇനി ഒരു തിയറം ആണ്, ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. ഇപ്പം തിയറം 2. ഈ തിയറം ഉറപ്പാണ്, വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് തിയറം. ഒന്നാമത്തെ തിയറത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് തിയറം 2. തിയറം 2ഉം തിയറം 3യും ഉറപ്പായിട്ടും ഇതല്ലെങ്കിൽ അടുത്ത തിയറം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാം. അത് ഫൈൻ ആണ്, ഫൈൻ. ഈ തിയറം പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന തിയറമാണ്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി രണ്ട് വെക്ടർ സ്പേസ് ആണ്, വിയും ഡബ്ല്യുവും രണ്ട് വെക്ടർ സ്പേസ് ആണ്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഫൈൻ ഡയമെൻഷണൽ മീൻസ് ഫൈൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് ബേസിസിൽ. ഓക്കെ, ആൻഡ് ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then അപ്പൊ വിന്റെ ഡബ്ല്യു വി മാത്രം ഫൈൻ ഡയമെൻഷണൽ ആയാൽ മതി, ഡബ്ല്യുവിന്റെ കാര്യം പറയണ്ട. ഓക്കെ കേട്ടോ, ഇപ്പം വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ്. അത് അങ്ങനെ പറയാം, വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസ് ഓവർ ദി സെയിം ഫീൽഡ് എഫ്, over the field F. V and WB vector space over the field F. V and W same field F എന്ന് പറയുന്ന ഫീൽഡിലെ വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, ആൻഡ് T from V to WB a linear transformation ആണ്. If V is finite dimensional, V finite dimensional ആയാൽ, V infinite dimensional അല്ല, V ഒരു finite dimensional space ആയാൽ, W എന്തും ആവാം.
വി ഒരു ഫൈൻ ഡയമെൻഷൻ ആയാൽ നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് ടി. റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷൻ. റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷൻ പ്ലസ് നൾ സ്പേസിന്റെ ഡയമെൻഷൻ, നള്ളിറ്റി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഇമ്പോർട്ടന്റ് തിയറം ആണ്, ഇമ്പോർട്ടന്റ്. അതായത് റേഞ്ച് സ്പേസ് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. വിയും ഡബ്ല്യു രണ്ട് വെക്ടർ സ്പേസ്, ടി ഫ്രം വി ടു ഡബ്ല്യു ആണ്. ആൻഡ് വി ഫൈൻ ഡയമെൻഷനിൽ ആണെങ്കിൽ റേഞ്ച് സ്പേസിന്റെ നൾ സ്പേസിന്റെ കൂടെ സം എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഇമ്പോർട്ടന്റ് തിയറം ആണ്. ഓക്കെ, നമുക്കതിന്റെ പ്രൂവ് ചെയ്യാം. തിയറം മനസ്സിലായോ? പറഞ്ഞു നോക്കിയേ. വി ഫൈൻ ഡയമെൻഷനിലാണ്. അങ്ങനെയാണെങ്കിൽ വി ഇൻ ഡബ്ല്യു വെക്ടർ സ്പേസ്, ടി ഫ്രം വി ടു ഡബ്ല്യു. ദെൻ ഇഫ് വി ഈസ് ഫൈൻ ഡയമെൻഷണൽ, then range of t plus nullity of t is equal to dimension of v. വിയുടെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് അതായത് ഇപ്പൊ നമ്മുടെ ടി എന്ന് പറഞ്ഞാൽ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള മാപ്പാണ്. അപ്പം വിയുടെ ഡയമെൻഷൻ എന്നാന്നിരിക്കട്ടെ. അപ്പൊ ഇവിടുത്തെ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സബ്സ്പേസ് പ്ലസ് റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസിന്റെ സബ്സ്പേസ്. രണ്ടിന്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ ഈ വിയുടെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൂഫ് നോക്കാം. ലെറ്റ് നമ്മൾ ഒരു ബേസിസ് എടുക്കുകയാണ്. ലെറ്റ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ ബി എ basis for null space of T. Basis for n. n നമ്മൾ the null space of T. അപ്പം n നൊട്ടേറ്റ് ചെയ്യുന്ന ഇവിടെ null space of T. അപ്പം null space എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ സ്പേസും സബ്സ്പേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ null spaceന്റെ ഒരു ബേസിസ് എടുത്തു, ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ. നമ്മൾ ഓൾറെഡി ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെക്ടർ സ്പേസ് വെച്ചത് നമ്മൾ പറഞ്ഞു ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയാൽ അതിൻ്റെ കൂടെ കുറേ എലമെന്റ് കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഫുൾ സ്പേസിന്റെ എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫക്ക് ഒരു സബ്സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് വെക്ടേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് വെക്ടേഴ്സ് കിട്ടിയാൽ അതിനകത്ത് വേറെ എലമെന്റുകൾ ആഡ് ചെയ്തും ഫുൾ വെക്ടർ സ്പേസിന്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡബ്ല്യു സബ്സ്പേസ് ആണ്. ഡബ്ല്യൂയിലെ ഒരു ബേസിസ് എലമെന്റുകൾ കിട്ടിയാൽ നമുക്ക് അതിന്റെ കൂടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന എലമെന്റുകളെ ആഡ് ചെയ്ത് വിയുടെ വെക്ടർ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച തിയറാണ്. ആ തിയറി ഇവിടെ ഉപയോഗിച്ചാൽ നൾ സ്പേസ് ഓഫ് ടി സബ്സ്പേസ് ആണ്. അപ്പൊ നൾ സ്പേസ് ഓഫ് ടിയുടെ ഒരു ബേസിസ് എലമെന്റ് നമ്മുടെ കയ്യിലുണ്ട്, ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ കുറെ വെക്ടറുകൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ വെക്ടർ സ്പേസിന് ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സബ്സ്പേസ് ആണ്. ഈ സബ്സ്പേസിന്റെ ഒരു ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഫുൾ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആക്കി എടുക്കാൻ പറ്റും. എപ്പോഴും ഓർക്കണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് വെക്ടേഴ്സ് എന്ന സബ്സ്പേസിന്റെ ബേസിസ് ആണെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫുൾ ബേസിസ് ആക്കി എടുക്കാൻ പറ്റും. ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ ബേസിസ് ഓഫ് ടി ആയതുകൊണ്ട് നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വിയുടെ വെക്ടർ സ്പേസ് ആക്കണം. then there are vectors alpha k plus 1, alpha k plus 2, alpha k വരെ അവിടെ ഉണ്ട്, എക്സെട്ര ആൽഫ n ബി എ ബേസിസ് ഫോർ n. അതായത് ബേസിസ് ഫോർ വി. ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ വെക്ടർ സ്പേസ്. അതിന്റെ ഒരു സബ്സ്പേസ് ആണ് നൾ സ്പേസ് ഓഫ് ടി. അപ്പൊ ഇതിന്റെ ഒരു ബേസിസ് എലമെന്റുകളാണ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ കെ. ഒരു ഫുൾ വെക്ടർ സ്പേസിനെ ഉണ്ടാക്കാൻ നമുക്ക് ബാക്കി ആൽഫ കെ പ്ലസ് 1, ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അത് ഫുള്ള് ഒരു ബേസിസ് ആവും. then there are vectors alpha 1, alpha k plus 1, alpha k plus 2 etc. alpha n in V, alpha n in V, alpha n കണ്ടുപിടിക്കാൻ പറ്റും, such that alpha 1, alpha 2 etc.
ആൽഫ എൻ ബി എ ബേസിസ് ഫോർ ബി. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബേസിസ് ആവുന്ന രീതിയിൽ നമുക്ക് ബാക്കി വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് സബ്സ്പേസിന്റെ ബേസിസ് ആണെങ്കിൽ ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 ആൽഫ എൻ വരെ വെക്ടറുകൾ ആഡ് ചെയ്ത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബേസിസ് ആവുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സബ്സ്പേസിന് ഒരു ബേസിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എലമെന്റിൻ്റെയും കൂടെ ആഡ് ചെയ്ത് ഫുൾ വെക്ടർ സ്പേസിന് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് നൾ സ്പേസിന്റെ ബേസിസ് ആണ്. ബാക്കി ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 കൂടെ ചേർത്ത് നമ്മൾ ഫുൾ വെക്ടർ സ്പേസിന് ബേസിസ് ഉണ്ടാക്കി. അതിൻ്റെ ഡയമെൻഷനാണ് അപ്പോൾ എൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട നൾ സ്പേസ് ഓഫ് ടിയുടെയും റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെയും കൂടെ കാർഡിനാലിറ്റി ആഡ് ചെയ്ത ഡയമെൻഷൻ ഓഫ് വി കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡയമെൻഷൻ ഓഫ് വി, ഇപ്പം വിയുടെ ബേസിസ് ഏതാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ആണ്. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ എൻ ആയിരിക്കും. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ വരെയാണ് വിയുടെ വെക്ടർ സ്പേസ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എൻ ആണ്. അതുപോലെ നൾ സ്പേസ് ഓഫ് എന്നിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? കെ ആണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പം ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നൾ സ്പേസ് ഓഫ് ടിയും റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെയും കൂടെ എണ്ണം കിട്ടിയാൽ നൾ സ്പേസ് ഓഫ് ടിയിലുള്ള വെക്ടറുകളുടെ എണ്ണവും റേഞ്ച് സ്പേസ് ഓഫ് ടിയിലുള്ള വെക്ടറുകളുടെ എണ്ണവും കിട്ടിയ ഡയമെൻഷൻ ഓഫ് വി കിട്ടണം. അപ്പം ഡയമെൻഷൻ ഓഫ് വിയുടെ ഇപ്പം എൻ ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബേസിസ് ആവുമെന്ന് പറഞ്ഞു. അപ്പം നൾ സ്പേസ് ഓഫ് ടിയിൽ നമുക്ക് കെ എലമെൻ്റ് ഉള്ളത്, ആൽഫ 1 ആൽഫ 2 എക്സെട്ര കെ. അപ്പം ബാക്കി എലമെന്റുകൾ, അതായത് കെ പ്ലസ് 1 മുതൽക്ക് ആൽഫ കെ പ്ലസ് 1 ആൽഫ എൻ വരെയുള്ള വെക്ടറുകൾ റേഞ്ച് സ്പേസ് ഓഫ് ടിയിലാണ് ഉള്ളതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കെ വന്നു, ഇത് ബാക്കി എൻ മൈനസ് കെ വരുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ കിട്ടും. മനസ്സിലായോ? അത് നമുക്ക് കിട്ടി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ നമ്മുടെ നൾ സ്പേസ് ഓഫ് ടിയെ സ്പാൻ ചെയ്യും, അതിൻ്റെ ബേസിസ് ആവും. ബാക്കിയുള്ള ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എന്നും കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് ഫുൾ വെക്ടർ സ്പേസ് വി കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് എൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നൾ സ്പേസ് ഓഫ് ടിയുടെ ആണ്, ഇതിപ്പോൾ റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെ ആണ് കാണിച്ചു കഴിഞ്ഞാൽ നൾ സ്പേസ് ഓഫ് ടിയും റേഞ്ച് സ്പേസ് ഓഫ് ടിയും ആഡ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് വി കിട്ടിയെന്നായിക്കോളും. നമുക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശം രത്നം ചുരുക്കം എന്ന് പറഞ്ഞാൽ ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് അത് ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് സ്പേസിന്റെ സ്പാൻ ചെയ്യും, റേഞ്ച് സ്പേസിന്റെ ബേസിസ് ആവുമെന്ന് കാണിച്ചാൽ മതി. ഓക്കെ. ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്ടർ സ്പേസിലുള്ളത്. ഇപ്പോൾ റേഞ്ച് സ്പേസിൽ വരണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടി ഇമേജുകളെ വരത്തുള്ളൂ. ആൽഫ കെ പ്ലസ് 1 എക്സെട്ര ആൽഫ എന്ന് നമ്മുടെ വെക്ടർ സ്പേസിലുണ്ടെങ്കിൽ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്ന് പറയുന്നത് റേഞ്ച് സ്പേസ് വരും. അപ്പോൾ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്ന് ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് ആണ്, റേഞ്ച് സ്പേസ് ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ. Now, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Now we prove that T alpha k plus 1, T alpha k plus 2, etc. T alpha n is a basis for range space of T. Basis for range space of T. T alpha k plus 1, T alpha k plus 2, etc. T alpha എന്ന് പറയുന്നത് റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെ എന്താന്ന് കാണിക്കണം? സ്പേസ് ആണ് കാണിക്കണം, വെക്ടർ ബേസിസ് ആണ് കാണിക്കണം. ഓക്കെ. ഇനി ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ആണ് നമ്മുടെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എന്ന് പറയുന്നത് ഡബ്ല്യുവിനെ ഫുൾ സ്പാൻ ചെയ്യും. വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ആണല്ലോ ടി. അങ്ങനെയാണെങ്കിൽ അതിന് ഇപ്പം ടി ഫ്രം ബി ടു ഡബ്ല്യു, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ബി എ സ്പാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ എൻ എടുത്ത് ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യും. അപ്പോൾ ഡബ്ല്യുവിൻ്റെ അകത്തുള്ള സെറ്റ്, ഡബ്ല്യു വലുതാണെങ്കിൽ അതിനകത്തുള്ള സെറ്റാണ് റേഞ്ച് സ്പേസ്.
അപ്പോൾ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ n ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുമെങ്കിൽ ഡബ്ല്യുവിന്റെ ബേസിസ് ആവുകയാണെങ്കിൽ ഈ അതിനേക്കാൾ ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യുമെങ്കിൽ മീൻസ് ഇതിൽ ഏത് എലമെന്റിനെയും ഈ എലമെന്റിന്റെ ഇയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാമെങ്കിൽ അതിനകത്തുള്ള സബ്സ്പേസ് ആണ് റേഞ്ച് സ്പേസ്. സോ റേഞ്ച് സ്പേസ് ഓഫ് ടിയിലുള്ള ഏത് എലമെന്റിനെയും ഇതിന്റെ ഇയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. കാര്യം ഡബ്ല്യുവിലുള്ള ഏതിനെ എഴുതാൻ പറ്റുമെങ്കിൽ അതിന്റെ ഉള്ളിലുള്ളതിനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നത് കൊണ്ട് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ടിയെ സ്പാൻ ചെയ്യും. ഓക്കെ. ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം ടി ആൽഫ 1 ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്ന് പറയുന്നത് റേഞ്ച് സ്പേസിന്റെ സബ്സ്പേസ് ആണ് കാണിക്കേണ്ടത്. അപ്പം അതുപോലെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു. സോ then the vectors t alpha 1 t alpha 2 etc t alpha n certainly span range space of t, certainly span range space of t, range space of t യെ span ചെയ്യും, certainly span range space of t. ഓക്കെ. പിന്നെ അപ്പം ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ n വരെയുള്ള വെക്ടർ എടുത്ത റേഞ്ച് സ്പേസ് ഓഫ് ടി സ്പാൻ ചെയ്യുന്ന കിട്ടി. നമുക്കറിയാം ബട്ട് വി നോ ദാറ്റ് ടി ആൽഫ 1 അത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് ടിയുടെ സബ്സ്പേസാണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്, നൾ സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആണ്. അപ്പോൾ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. അപ്പോൾ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ടെങ്കിൽ ആൽഫ 1 നൾ സ്പേസ് ഓഫ് ടിയിലുണ്ടെങ്കിൽ ടി ആൽഫ 1 0 ആയിരിക്കും. അതുപോലെ ആൽഫ 2 നൾ സ്പേസ് ഓഫ് ടിയിലുണ്ടെങ്കിൽ ടി ആൽഫ 2 0 ആയിരിക്കും. എക്സെട്ര ടി ആൽഫ കെ ബട്ട് ടി ആൽഫ 1 ടി ആൽഫ 2 but t alpha 1 t alpha 2 and etc and t alpha k are 0 ആണ്, are 0 since കാരണം എന്താണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ആർ ബേസിസ് ഓഫ് n, null space of t are basis of n, basis of n ആയതുകൊണ്ട് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ കെകളെല്ലാം 0 ആയിരിക്കും. ഓക്കെ. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ n വരെയുള്ള വെക്ടർ എടുത്ത ടി ആൽഫ n മൈനസ് 1 അങ്ങനെ ടി ആൽഫ n വരെയുള്ള വെക്ടർ എടുത്ത അത് ആരെ സ്പാൻ ചെയ്യും എന്നാ പറഞ്ഞത്, റേഞ്ച് ഓഫ് സ്പേസിനെ സ്പാൻ ചെയ്യും. അപ്പൊ ഇവിടുന്ന് ടി നമ്മുടെ എഴുതിയ ഇപ്പൊ നമ്മൾ കണ്ടു ടി അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുമെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ കെ അങ്ങനെ പോയി ടി ആൽഫ കെ പ്ലസ് 1 അങ്ങനെ പോയി ടി ആൽഫ n വരെയുള്ളത് ആരെയും സ്പാൻ ചെയ്യും, വെക്ടർ സ്പേസിനെ നമ്മുടെ റേഞ്ച് സ്പേസിനെ ഓഫ് ടി നെ സ്പാൻ ചെയ്യും. അവിടെ നമുക്കറിയാം ടി ആൽഫ 1 ഇപ്പോൾ 0 ആയി, ടി ആൽഫ 2 0 ആയി, ടി ആൽഫ കെ വരെയുള്ളവ 0 ആയി പോയി. അപ്പൊ ഇവയെ 0യുടെ സ്പാൻ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ബാക്കിയുള്ള അതായത് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ n ആണ് റേഞ്ച് ഓഫ് ടിയെ സ്പാൻ ചെയ്യുന്നത്. പക്ഷെ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ കെ 0 ആയതുകൊണ്ട് അവ സ്പാൻ ചെയ്യുന്ന പറയുന്നതിൽ മീനിങ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, സോ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ ബാക്കിയെല്ലാം 0 ആയി പോകുന്നുണ്ട്, ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ n സ്പാൻ റേഞ്ച് ഓഫ് ടി. അതത്രേ ആർ ഓഫ് ടി എന്നിട്ട് റാങ്ക് ഓഫ് ടി എന്ന് വായിപ്പോ സ്പാൻ റേഞ്ച് ഓഫ് ടി, സ്പാൻ ദ സ്പേസ് range of t, range space of t. But t alpha k plus 1, t alpha k plus 2, etc. t alpha n span range space of t. Okay. അപ്പോൾ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ n റേഞ്ച് സ്പേസ് ഓഫ് ടി സ്പാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് കൂടെ കാണിച്ചാൽ ഇത് റേഞ്ച് ഓഫ് സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആയിക്കോളും. നമ്മുടെ ക്ലെയിം ആണ് ദിസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ക്ലെയിം ടി ആൽഫ കെ പ്ലസ് 1 T alpha k plus 2 etc. T alpha n are linearly independent.
ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ക്ലെയിം ചെയ്യാം. നമ്മൾ ക്ലെയിം പ്രൂവ് ചെയ്യണം. ക്ലെയിം പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? C1 ഇൻറ്റു നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കും. C1 ഇൻറ്റു കൺസിഡർ C1 ഇൻറ്റു T ഓഫ് ആൽഫ കെ പ്ലസ് 1 പ്ലസ് C2 ഇൻറ്റു T ഓഫ് ആൽഫ കെ പ്ലസ് 2 പ്ലസ് Cn ഇൻറ്റു T ഓഫ് ആൽഫ കെ പ്ലസ് C of alpha n alpha k plus 1 k plus 2 etc. alpha n equal to 0 കൊടുത്തു അല്ലേ? C1 ഇൻറ്റു ഇതാണല്ലോ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിക്കട്ടെ. അപ്പോൾ C1 ഇൻറ്റു ടി ഇത്, C2 ഇൻറ്റു രണ്ടാമത്തത്, അങ്ങനെ Cn ഇൻറ്റു T ഓഫ് ആൽഫ n ഈക്വൽ ടു 0 കൊടുത്തു. ദാറ്റ് ഈസ് T ഓഫ് നമുക്കറിയാം, വി നോ ദാറ്റ് T ഓഫ് C ആൽഫ എന്ന് പറഞ്ഞാൽ T ഓഫ് C ആൽഫ എന്ന് പറഞ്ഞാൽ C ഇൻറ്റു T ഓഫ് ആൽഫയാണ്. we have T of C alpha C into T alpha ആണ്. അപ്പോൾ C into T alpha എന്ന് വെച്ചാൽ T of C alpha എന്നായിക്കോളും. മനസ്സിലായില്ലേ? C of T alpha T of C alpha ആണ്. അപ്പോൾ T of C1 അകത്ത് പോയിക്കോളും. ഇവിടുന്ന് കിട്ടി T of C1 into alpha k plus 1 പ്ലസ് ഇവിടെയും T of എല്ലാം കൂടെ ചേർത്ത് T of C2 into alpha k plus 2 plus Cn into alpha k plus alpha n. Cn into alpha n is equal to 0. അതിനെ മാറ്റി എഴുതുന്നേ ഉള്ളൂ. ടി എല്ലാം അങ്ങ് പുറത്തു കൊടുത്തു. അതിൽ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റയെ ടി ഓഫ് ആൽഫ പ്ലസ് ടി ഒ ബീറ്റ എന്ന് എഴുതാം. ടി ഓഫ് സി ആൽഫയെ സി ഇൻറ്റു ടി ആൽഫ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടി ഓഫ് C1 അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു ടി ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to അല്ല, ഐ ഈക്വൽ ടു കെ പ്ലസ് 1 to n, ഐ ഈക്വൽ ടു കെ പ്ലസ് 1 മുതൽക്ക് n വരെ സി ഐ ആൽഫ കെ പ്ലസ് 1. ഇവിടെ ഇപ്പോൾ കെ പ്ലസ് 1 കോൺസ്റ്റന്റുകളാണ്. കെ പ്ലസ് 1 കെ പ്ലസ് 2 എന്നുള്ള കോൺസ്റ്റന്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ടി ഒ സമ്മേഷൻ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 to n സി ഐ ആൽഫ കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഓക്കെ. ആൻഡ് നമുക്കറിയാം, ആൻഡ് ഈ വെക്ടർ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. ആൻഡ് സമ്മേഷൻ ഐ ഈക്വൽ ടു കാര്യം എന്താ? ടി ഓഫ് എന്തെങ്കിലും 0 ആണെങ്കിൽ ആ എലമെന്റ് എവിടെ കാണും? നൾ സ്പേസ് ഓഫ് ടി കാണും. ടി ഓഫ് ആൽഫ 0 ആണെങ്കിൽ ആൽഫ നൾ സ്പേസ് ഓഫ് ടി കാണും. ടി ഓഫ് ഇത് 0 ആയതുകൊണ്ട് ആ എലമെന്റ് എവിടെ ഉണ്ട്? നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. സോ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 to n സി ഐ ആൽഫ കെ പ്ലസ് 1 എന്ന് പറയുന്ന എലമെന്റ് അതിന് ഞാൻ ആൽഫ എന്ന് വിളിച്ചു. അത് ഈസ് ഇൻ നൾ സ്പേസ് ഓഫ് ടി. അത് നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. കാര്യം ടി ആൽഫ 0 ഉണ്ട്. Summation equal to k plus 1 to n C I alpha k plus 1 equal to alpha is in null space of t. Null space of t ഉണ്ട്. Okay. Okay. Within alpha is equal to also alpha 1, alpha 2, etc. alpha k are basis of null space of t. Basis of null space of t. Null space of t. Alpha 1, alpha 2, etc. alpha n are basis for alpha 1, alpha 2, etc. alpha k are basis for null space of t ആയതുകൊണ്ട് നമുക്ക് null space of t ഉണ്ടെങ്കിൽ ഏത് എലമെന്റിനെയും അത് ബേസിസ് ആണ്. ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ. അപ്പോൾ null space of t യിലുള്ള എലമെന്റ് ആണ് ഇപ്പോൾ ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്ന എലമെന്റ് null space of t ഉണ്ടെന്ന് കിട്ടി. null space of t ഉണ്ടെങ്കിൽ അവിടുത്തെ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും ആൽഫയെ. ആൽഫ null space of t ഉണ്ട്. സോ ആൽഫ കെ റിട്ടേൺ ആസ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ. സോ there are scalars b1, b2, etc. bk such that alpha equal to summation I equal to 1 to k bi alpha I.
So alpha can be written as summation I equal to 1 to k bi alpha I. അപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ആൽഫയുടെ ഒരു ഇക്വേഷൻ, ആൽഫ ഈക്വൽ ടു ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ആൽഫ ഈക്വൽ ടു. ഇപ്പൊ രണ്ടും ആൽഫ ഈക്വൽ ടു അല്ലേ, അപ്പൊ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ റൈറ്റ് സൈഡ് 0 ആയി പോകും. ഇവിടെ സമ്മേഷൻ അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്തു. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുന്നു. 2 എന്ന് വിളിച്ചാൽ 2 മൈനസ് 1 ചെയ്യുന്നു. എന്ത് വരും? ഇവിടെ സമ്മേഷൻ I ഈക്വൽ ടു 1 to k bi ആൽഫ മൈനസ് അവിടെ I ഈക്വൽ ടു k പ്ലസ് 1 to n ആണ്. I ഈക്വൽ ടു k പ്ലസ് 1 to n ci ആൽഫ k പ്ലസ് 1. ആൽഫ സമ്മേഷൻ I ഈക്വൽ ടു k പ്ലസ് 1 to n bi ആണോ ci ആൽഫ k പ്ലസ് 1. ci ആൽഫ k പ്ലസ് 1 is equal to 0. ഓക്കെ, പക്ഷെ നമുക്കറിയാം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. ഇവിടെ പോകുന്നത് ആൽഫ വേരി ചെയ്യുന്നത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ k വരെയാണ്. ഇവിടെ ആൽഫ k പ്ലസ് 1 ആൽഫ k പ്ലസ് 2 എക്സെട്ര ആൽഫ n വരെ. ബട്ട് വി നോ ദാറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറഞ്ഞ ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യമേ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണെങ്കിൽ ഇത് അവിടെ ലിനിയർ കോമ്പിനേഷൻ അല്ലേ എടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പം b1 ആൽഫ 1 പ്ലസ് b2 ആൽഫ 2 പ്ലസ് bk ആൽഫ k വരെ. ഇവിടെ ck പ്ലസ് 1 ആൽഫ k പ്ലസ് 2 ആൽഫ k പ്ലസ് 1 ck പ്ലസ് 2 ആൽഫ k പ്ലസ് 2 cn ആൽഫ n വരെ. അപ്പൊ അത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ലിനിയർ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലിനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ പിന്നെ ഇത് ബേസിസ് ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബേസിസ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റുകളെല്ലാം 0 ആയിരിക്കും. സോ സിൻസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് we must have എന്ത് must have b1 b2 etc bk is equal to 0 and ck plus 1 ck plus 2 etc cn is equal to 0. Okay, അപ്പം b1 plus b2 etc bk 0 ആണ്, ck plus 1 plus ck plus cn 0 ആണ്. അപ്പൊ നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്ത ഈ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ തുടങ്ങിയത്, ഈ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ തുടങ്ങിയത് ക്ലെയിം പറയുന്നത് ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ n ലീനിയർ ഇൻഡിപെൻഡന്റ് എന്നാ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ എന്തെടുത്തു, ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഇപ്പൊ താഴെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്കെയിലർ ആയിട്ടുള്ള ഏതൊക്കെയായിരുന്നു സ്കെയിലർ? ഇപ്പൊ ടി കെ പ്ലസ് 1 സി കെ പ്ലസ് 1 സി കെ പ്ലസ് 2 സി എൻ തന്നെ കൊടുക്കാം. ടി ആൽഫ കെ പ്ലസ് 1 സി കെ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ സി ആൽഫ സി കെ പ്ലസ് 1 സി കെ പ്ലസ് 2 സി എൻ 0 നോക്കി. ദെൻ ഇവിടെ കിട്ടി. സോ നമുക്ക് പറയാം ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ടി ആൽഫ n ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. They form a basis for range space of T. Okay. അപ്പം ഇനി നമുക്ക് എന്ത് പറയാം? അപ്പം നമ്മുടെ ആദ്യം k വെക്ടർ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്, ഡയമെൻഷൻ n ആണ്. അപ്പൊ നമുക്ക് അപ്പൊ ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 ആൽഫ n വരെ r വെക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. ഇതാണ് റേഞ്ച് സ്പേസിനെ സ്പാൻ ചെയ്യുന്ന എലമെന്റുകൾ. ഇത് r വെക്ടേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. ഇഫ് r is the rank of t, if r is the rank of t, r ആണ് rank of t എങ്കിൽ if r is the rank of t such that എങ്ങനെ r rank of t ആവുന്നത് എങ്ങനെയാണ്? such that t alpha k plus 1 t alpha k plus 2 etc t alpha n span
റേഞ്ച് സ്പേസ് ഓഫ് ടി. അത് റേഞ്ച് സ്പേസ് ഓഫ് ടിയിൽ സ്പാൻ ചെയ്യുന്ന പോലെ 6 വെക്ടേഴ്സ് എന്ന് വിളിക്കട്ടെ. ഇത് 6 അല്ല, നമ്മൾ 6 അങ്ങ് വിളിക്കുക. റേഞ്ച് സ്പേസ് ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 എന്ത് വരും? 6 എന്ന് വെച്ചാൽ എന്താ വരും? അപ്പം കാര്യം നമുക്ക് തന്നെ ക്ലിയർ ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. ആൽഫ കെ പ്ലസ് 1 ആൽഫ എൻ നമ്മുടെ 6 വെക്ടേഴ്സ് ഇസിക്കൽ ടു വി കിട്ടും. മൊത്തം എടുക്കുമ്പോൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ പ്ലസ് 1 ആൽഫ എൻ എടുക്കുമ്പോൾ നമ്മുടെ എൻ വെക്ടർ കിട്ടും. അപ്പൊ എൻ ആണ് നമ്മുടെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നത് കിട്ടി. അപ്പൊ ഇത് എൻ വെക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കെ വെക്ടർ ഉണ്ട്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര കെ വെക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ആർ എന്ന് വിളിച്ചേക്കുന്നത്. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ മൈനസ് കെ ആയിരിക്കും. സച്ച് ദാറ്റ് ആർ ഈക്വൽ ടു എൻ മൈനസ് കെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് where n is the dimension of V, where n is the dimension of V and k is the dimension of null space of T. So നമുക്ക് എന്ത് കിട്ടി? null space of T plus null space of T യുടെ cardinality, nullity of T plus range space of T യുടെ cardinality, rank of T is equal to dimension of V എന്ന് കിട്ടി. ഒന്നുകൂടി പറയാം, ഇത് ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്, എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റേഞ്ച് ഓഫ് ടിയും നള്ളിറ്റി ഓഫ് ടിയും കൂടെ കൂട്ടിയാൽ ഡയമെൻഷൻ ഓഫ് ബി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആൽഫ 0 ആവുന്ന ആൽഫകളുടെ കളക്ഷൻ. അപ്പൊ അതൊരു എപ്പോഴും സസ്പേസ് ആവുമെന്നും പ്രൂവ് ചെയ്തു. അപ്പൊ സസ്പേസ് ആണെങ്കിൽ അതിനൊരു ബേസിസ് ഉണ്ടായിരിക്കും. ആൽഫ 1 ആൽഫ 2 ആൽഫ കെ ബി എ ബേസിസ് ഫോർ എൻ. നൾ സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. അപ്പൊ ഈ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസിന് സസ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സസ്പേസിന് ഒരു ബേസിസ് കിട്ടിയാൽ നമുക്ക് ആ ബേസിസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫുൾ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എന്ന് പറയുന്നത് സസ്പേസ് ആയിട്ടുള്ള നൾ സ്പേസിന്റെ ബേസിസ് ആണ്. സോ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 ആൽഫ എന്ന് പറയുന്ന വെക്ടർ കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തത്തിൽ രണ്ടും കൂടെ ചേർത്ത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ഒരു ആൽഫ കെ ഉണ്ട്, അങ്ങനെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എക്സെട്ര ആൽഫ എന്ന് പറയുന്ന രീതിയിൽ ഒരു ബേസിസ് ആക്കി എടുക്കാം, വെക്ടർ സ്പേസിന്റെ ബേസിസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നൾ സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് കിട്ടിയാൽ നമുക്ക് ഫുൾ ബേസിസ് ആക്കി എടുക്കാം. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന കാര്യം. അപ്പൊ നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ഇവിടെ ഉണ്ട്, ഇത് ഫുൾ എൻ വന്ന് ഇത് നമ്മുടെ നൾ സ്പേസ് ഓഫ് ടി കിട്ടി. അപ്പൊ ഇത് നൾ സ്പേസ് ഓഫ് ടി എലമെന്റ് മൊത്തത്തിലുള്ളത് വെക്ടർ സ്പേസിന്റെ ബേസിസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്ത വെക്ടറുകളുടെ ഇമേജ് റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആവുമെന്ന് കാണിക്കണം. ഇപ്പൊ ആഡ് ചെയ്ത വെക്ടറുകൾ എന്ന് പറഞ്ഞാൽ ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര ആൽഫ എന്നുകൾ കൂടാണ് ചേർത്തത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യണം ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്ന് പറയുന്നത് റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആണ് കാണിക്കുന്നത്. അത് ഞാൻ ഇവിടെ ആഡ് കാണിച്ചത്. വെക്ടർ സ്പേസ് വി ഉണ്ട്, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് വെക്ടർ സ്പേസിലുണ്ടെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എൻ റേഞ്ച് സ്പേസ് കാണും. അപ്പൊ ടി ആൽഫ 1 ടി ആൽഫ എന്ന് പറയുന്നത് എന്തായാലും ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ എന്ന് പറയുന്നത് ഡബ്ല്യൂവിനെ സ്പാൻ ചെയ്യും. ഡബ്ല്യൂവിലുള്ള ഏത് എലമെന്റിനെയും ഇവയുടെ ലിനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ ഡബ്ല്യൂവിന് സസ്പേസ് ആയിട്ടുള്ള റേഞ്ച് സ്പേസിൽ എലമെന്റുകളെയും ഇവയുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. സോ നമുക്ക് പറയാം റേഞ്ച് സ്പേസ് ഓഫ് ടി സ്പാൻസ് ദിസ് വെക്ടേഴ്സ്, ദാറ്റ് ഈസ് ദ വെക്ടേഴ്സ് ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ എൻ certainly span the range space of T. കാരണം മനസ്സിലായല്ലോ, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ഇമേജ് ആയിട്ടുള്ള ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എൻ റേഞ്ച് സ്പേസ് ഓഫ് ടിയെ സ്പാൻ ചെയ്യും. ഇനി റേഞ്ച് സ്പേസ് ഓഫ് ടിയെ സ്പാൻ ചെയ്യുന്നു, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചാൽ അത് ബേസിസ് ആയിക്കോളും. അപ്പൊ നമുക്കത് ബേസ് ആണ് കാണിക്കണം. ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ കെ ആർ 0. അതിന്റെ കാര്യം എന്താ? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ വരെയുള്ളവ നൾ സ്പേസ് ഓഫ് ടിയിലുള്ളത് കൊണ്ട് അവയുടെ ഇമേജുകളെല്ലാം 0 ആയിരിക്കും. മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ കെ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ എൻ വരെയുള്ള വെക്ടേഴ്സ് ആണ് റേഞ്ച് ഓഫ് ടിയെ സ്പാൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ കെ വരെയുള്ളവയെല്ലാം 0 ആണ്. സോ അത് സ്പാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ബാക്കിയുള്ള ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എൻ വരെയുള്ള വെക്ടേഴ്സ് റേഞ്ച് ഓഫ് ടിയെ സ്പാൻ ചെയ്യുമെന്ന് പറയാൻ പറ്റും.
So T alpha k plus 1, T alpha k plus 2, T alpha in span range space of T. But അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ട ഇപ്പൊ ഇത്ര ടി ആൽഫ കെ പ്ലസ് 1 മുതൽക്ക് ടി ആൽഫ എൻ വരെയുള്ള വെക്ടർ റേഞ്ച് സ്പേസ് ഓഫ് ടി സ്പാൻ ചെയ്യുമെന്ന് കിട്ടി. ഇനി ടി ആൽഫ കെ പ്ലസ് 1, ടി ആൽഫ കെ പ്ലസ് 2, ടി ആൽഫ എൻ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടി അവിടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. C1 into T alpha k plus 1, C1 അല്ല CK plus 1 into T alpha k plus 1, CK plus 2 into T alpha k plus 2, അങ്ങനെ Cn into T alpha n is equal to 0. അപ്പോൾ ഇത് ലീനിയറിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ടി ഓ സി ആൽഫ സി ഇൻറ്റു ടി ആൽഫ ആണ്. അപ്പോൾ സി ഇൻറ്റു ടി ആൽഫ എന്ന് വെച്ചാൽ ടി ഓ സി ആൽഫ ആയിക്കോളും. അപ്പോൾ ഇതിനെ ടി ഓഫ് എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് ടി ഓഫ് C1 ആൽഫ, C1 അല്ല ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ടി ഓഫ് സി ആൽഫ സി കെ പ്ലസ് 1, ടി ഓഫ് സി കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 1, സി കെ പ്ലസ് 2 ആൽഫ കെ പ്ലസ് 2 എക്സെട്ര സി എൻ ഇസ് ഈക്വൽ ടു 0. സമ്മേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ടി ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 ടു എൻ C8 ഇൻറ്റു ആൽഫ കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ടി ഇമേജ് ഓഫ് ഒരു എലമെന്റ് 0 ആയതുകൊണ്ട് ടി ഓഫ് ആൽഫ 0 ആണെങ്കിൽ ആൽഫ നൾ സ്പേസ് ഓഫ് ടി കാണും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 ടു എൻ CI ആൽഫ കെ പ്ലസ് 1 എന്ന് പറഞ്ഞ് ഞാൻ ആൽഫ ആയിട്ട് വിളിച്ചു. നൾ സ്പേസ് ഓഫ് ടി ഉണ്ടാവും എന്ന് ഇവിടുന്ന് കിട്ടി. ഒന്നുമില്ല, ആൽഫ കെ പ്ലസ് 1 ആൽഫ കെ പ്ലസ് 2 ആൽഫ ഇന്ന് റേഞ്ച് സ്പേസിനെ സ്പാൻ ചെയ്യുമെന്ന് കിട്ടി. ലീനിയർ ഇൻഡിപെൻഡന്റ് കാണിക്കണം. അപ്പോൾ അവിടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. സി കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 1 എക്സെട്ര സി എൻ ടി ആൽഫ എൻ 0 കിട്ടി. ഇനി ടി ഓഫ് ആ ഫുൾ സം എഴുതി. അങ്ങനെ ടി ഓഫ് ഫുൾ സം വന്നപ്പോൾ ടി ഓഫ് ആൽഫ 0 ആണെങ്കിൽ ആൽഫ നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. അപ്പോൾ ഈ എലമെന്റ് ഞാൻ ആൽഫ എന്ന് വിളിച്ചു. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു കെ പ്ലസ് 1 ടു എൻ സി ഐ ആൽഫ കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ആൽഫ. ഈ ആൽഫ എവിടെയുണ്ട്? നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. നൾ സ്പേസ് ഓഫ് ടിയുടെ ബേസിസ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ. അങ്ങനെയാണെങ്കിൽ നൾ സ്പേസ് ഓഫ് ടിയിലുള്ള ഏത് എലമെന്റിനെയും ഈ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. സോ ആൽഫ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു കെ ബി ഐ ആൽഫ. വേറെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് സ്കെയിലർ ആണ് ബി1 ബി2 എക്സെട്ര ബി കെ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫയ്ക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒരു ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടിൻ്റെയും ഒരു സൈഡ് ആൽഫ, അത് രണ്ട് മൈനസ് ചെയ്തപ്പോൾ 0 ആയിപ്പോയി. മറ്റു സൈഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു കെ ബി ഐ ആൽഫയും കെ പ്ലസ് 1 ടു എൻ സി കെ ആൽഫ കെ പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ഫുൾ ആൽഫയിന് എടുത്താൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ അവിടെ ഒപ്പമുള്ള കോൺസ്റ്റന്റുകളെല്ലാം 0 ആയിരിക്കും. ബി1 ബി2 എക്സെട്ര ബി കെ 0 ആണ്. അതുപോലെ സി കെ പ്ലസ് 1 എക്സെട്ര സി എൻ 0 ആണ്. അപ്പോൾ സി കെ പ്ലസ് 1 സി കെ പ്ലസ് 2 എക്സെട്ര സി എൻ 0 ആയതുകൊണ്ട് നമുക്ക് അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആക്കി. അപ്പോൾ അവ എന്ത് ചെയ്യും? റേഞ്ച് ഓഫ് ടിക്ക് ബേസിസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ നൾ സ്പേസ് ഓഫ് ടിയിൽ എടുത്തു. ബാക്കി ആൽഫ കെ പ്ലസ് 1 ആൽഫ എൻ വരെയുള്ളവയുടെ ഇമേജ് ആണ് റേഞ്ച് സ്പേസ് ഓഫ് ടിയിലുള്ളത്. പിന്നെ ഫുൾ വെക്ടർ സ്പേസും ഉണ്ട്. അപ്പോൾ ഇത് കെ ഉണ്ട്. ഇതിനെ ഞാൻ ആർ എന്ന് വിളിച്ച്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത് എൻ മൈനസ് കെ എന്ന് കിട്ടും. അപ്പോൾ റേഞ്ച് ഓഫ് ടിയുടെ എലമെന്റുകൾ എണ്ണം എന്ന് വെച്ചാൽ എൻ മൈനസ് കെ ആണ്. എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇഫ് ആർ ഇസ് ദ റാങ്ക് ഓഫ് ടി എന്ന് വെച്ചാൽ റേഞ്ച് സ്പേസ് ഓഫ് ടിയുടെ ഡയമെൻഷൻ. ആർ റാങ്ക് ഓഫ് ടി ആണെങ്കിൽ ടി ആൽഫ കെ പ്ലസ് 1 ടി ആൽഫ കെ പ്ലസ് 2 ടി ആൽഫ എന്നെല്ലാം റേഞ്ച് സ്പേസ് ഓഫ് ടിയെ സ്പാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് കെ ആണ്. ഇവിടുന്ന് ആർ എൻ മൈനസ് കെ ആണ്. ആർ എൻ മൈനസ് കെ ആണെങ്കിൽ ആർ പ്ലസ് കെ ഇസ് ഇക്വൽ ടു എന്ന് കിട്ടും. ആർ റാങ്ക് ഓഫ് ടി പ്ലസ് നൾ സ്പേസ് ഓഫ് ടി ഇസ് ഇക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു അടുത്ത തിയറും ഇതിനേക്കാൾ ദൂരം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത തിയറും. ഇത് പഠിക്കണം. ഓക്കെ, വി ക്യാൻ ക്ലോസ്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും.